പെരിങ്ങൽകുത്തിന് സമീപം വാച്ചുമരം കോളനിയിലാണ് സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ, കാട്ടിലേക്ക് പോയതാണ്, കാട് പരിചയമുള്ള വ്യക്തിയാണ്. എങ്ങനെയായിരുന്നു ആക്രമണത്തിനിരയായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സ്ത്രീയെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. വാച്ചുമരം കോളനിയിലെ താമസക്കാരിയായിരുന്നു. തൃശൂർ പെരിങ്ങൽകുത്തിന് സമീപമാണ് ഈ കോളനി ഉള്ളത്. ജെയ്സൺ, വത്സലയ്ക്ക് ഈ സ്ഥലം അറിയാവുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടയിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വനവിഭവം ശേഖരിക്കുന്നതിനിടയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. വാച്ചുമരം കോളനിയിൽ നിന്ന് സാധാരണ വനവാസികളായ, പ്രത്യേകിച്ച് വാച്ചുമരം കോളനിയിൽ താമസിക്കുന്നവരാണ് ഇവർ നിരന്തരമായി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകാറുണ്ട്. ഇത്തരത്തിൽ ഇന്ന് വനവിഭവം ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നതും കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് ധനസഹായം നൽകണമെന്ന ആവശ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അല്പം മുമ്പാണ്, ഏറെ സമയമെടുത്താണ് വനത്തിനകത്തുനിന്ന് മൃതദേഹം പുറത്തെത്തിക്കുകയും പിന്നീട് വാഹനത്തിൽ ഇപ്പോൾ ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടുകൊടുക്കും. ഇത് ജനവാസ മേഖലയിലേക്ക് കാട്ടാന കടന്നിട്ടല്ല ഇത്തരമൊരു പ്രശ്നമുണ്ടായിരുന്നത്, മറിച്ച് കാടിനകത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥിരമായി ഇവർ വനവിഭവം ശേഖരിക്കാൻ പോകുന്നതാണ്. പല ഘട്ടങ്ങളിലും ചില ആനകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മരണം സംഭവിക്കുന്നത് ഒരു ആദ്യമായിട്ടാണ്. ഓക്കെ ജെയ്സൺ, ഇപ്പോൾ വത്സലയുടെ മരണത്തെക്കുറിച്ച് വാച്ചുമരം കോളനിയിലെ മൂപ്പന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക്. ഈ കായ പൊട്ടിച്ച വർഷത്തേക്ക് കൂട്ടി തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നതാ. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് ഉൾക്കാട്ടിൽ വെച്ചിട്ട്. അതെ, പെട്ടെന്ന് ഞങ്ങൾ ആന വന്ന് ശ്രദ്ധിച്ചില്ലല്ലോ. നേരത്തെ വാച്ചർമാരെ ആക്രമിച്ചിട്ടുണ്ടോന്നോ? ഇല്ല ഇല്ല ഇല്ല, ആദ്യമായിട്ടാണ് എന്റെ ഭാര്യക്ക് സംഭവിച്ചത്. എന്റെ ഭാര്യക്ക് സംഭവിക്കുന്നത് തെറിച്ച് വീഴുമായിരുന്നു. തുമ്പിക്കടിച്ചത്. തുമ്പിക്ക് അടിച്ചപ്പോ ഞാൻ തെറിച്ചു വീണു. അപ്പൊ ഞാൻ അടുത്ത ഞാൻ നിൽക്കാതെ ദൈവത്തിന് എന്നെ കൂടി തട്ടിയാനെ.